ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ വളരെ പ്രത്യേകമായ പഠന പരമ്പര റോമാലേഖനത്തെക്കുറിച്ചുള്ളതാണ്. പുതിയ നിയമത്തിൽ വളരെയധികം ശക്തമായ ഗഹനമായ ഒരു പുസ്തകം. അപ്പോസ്തലനായ പൗലോസ് റോമിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി എഴുതുന്ന ലേഖനം. ആ ലേഖനത്തിൽ നിന്നുള്ള 20ാമത്തെ അവതരണത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. പുറജാതികളെക്കുറിച്ചാണ് 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 32 വരെയുള്ള വേദഭാഗം. പുറജാതികളോട് ശക്തമായ രീതിയിലാണ് അപ്പോസ്തലൻ ഇടപെട്ടത്. നിങ്ങൾ കുറ്റക്കാരാണ്, ദൈവത്തിൻ്റെ ക്രോധം നിങ്ങളുടെ മേൽ വരുന്നു സ്വർഗത്തിൽ നിന്നും. കാരണം ദൈവത്തിൻ്റെ സത്യം നിങ്ങൾ തടുക്കുന്നു. അനീതി കൊണ്ടും അഭക്തി കൊണ്ടും ദൈവത്തിൻ്റെ സത്യം നിങ്ങൾ തടുത്തു നിർത്തുമ്പോൾ ദൈവം പ്രതികരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രതികരണം തികച്ചും ന്യായമാണ്. ദൈവത്തിൻ്റെ ക്രോധം നിങ്ങളുടെ മേൽ വരുന്നു. നിങ്ങൾക്ക് ഒരു ന്യായീകരണവുമില്ല, ഒരു ഒഴികഴിവുമില്ല. പക്ഷേ ഇത് കേൾക്കുന്ന റോമൻ സമൂഹം, പുറജാതികളുടെ ലോകം ഇതിനെ എതിർക്കും. ആരും നാം കുറ്റക്കാരെന്ന് പറഞ്ഞു കേൾക്കാൻ ഇഷ്ടപ്പെടാറില്ല. ഇവരും എതിർത്തു. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ താൻ എന്താണോ ഇവരെക്കുറിച്ച് ആരോപിച്ചത് അതിന് വ്യക്തമായ തെളിവുകൾ നിരത്തുകയാണ്. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ക്രോധം അവരുടെ മേൽ വരുന്നത്? ഒന്നാമത്, ദൈവം അവർക്ക് നൽകിയ സത്യം അവർ അടിച്ചമർത്തി, അവരതിനെ തടഞ്ഞു. രണ്ടാമത്തെ തെളിവ് കൊടുത്തു, നിങ്ങളുടെ അറിവില്ലായ്മ മനഃപൂർവ്വമാണ്. നിങ്ങൾക്ക് ദൈവത്തെ അറിയാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ്, നിങ്ങളുടെ മനഃപൂർവ്വമായിട്ടുള്ള അജ്ഞത. മൂന്നാമത്തെ തെളിവ് അവർ കൊടുത്തത് ധിക്കാരപരമായ അവഹേളനം. 21-22 വാക്യത്തിൽ പൗലോസ് അത് വ്യക്തമായിട്ട് പറഞ്ഞു. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. ഇവിടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. ഇപ്പോൾ ദൈവത്തെ അവർക്കറിയാം, ദൈവത്തിൻ്റെ വെളിപാടുകൾ കിട്ടി, പ്രകൃതിയിലൂടെ ഇതിന് നിത്യശക്തിയും ദിവ്യത്വവുമായി. പക്ഷേ ആ അറിവുകൾക്കുണ്ടായിട്ടും ദൈവത്തെ ദൈവമെന്ന്, സൃഷ്ടാവെന്ന്, പരമോന്നതനെന്ന് അറിഞ്ഞ് മനസ്സിലാക്കി ആരാധിക്കാൻ, ബഹുമാനിക്കാൻ അവർ തയ്യാറായില്ല. ദൈവത്തിന് നന്മകൾ വാങ്ങിയപ്പോഴും അവർ ദൈവത്തിന് വേണ്ട വിധത്തിൽ നന്ദി കരയേറ്റാൻ തയ്യാറായില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ ക്രോധം ന്യായമാണ്. അവിടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടു. വിവേകം നഷ്ടപ്പെട്ട ഹൃദയം, സുബോധം നഷ്ടപ്പെട്ട ഹൃദയം, ശുദ്ധ അസംബന്ധമായിട്ടുള്ള ചിന്താഗതികൾ, ദൈവത്തെ ചിന്തകളിൽ നിന്ന് എടുത്ത് മാറ്റിയ അവസ്ഥകൾ ആ ജീവിതത്തെ തരം താഴ്ന്ന അവസ്ഥയിലേക്ക് തള്ളിക്കളഞ്ഞു. നാലാമത്തെ തെളിവിലേക്ക് നമ്മൾ വരികയാണ്. തരം താഴ്ന്ന വിഗ്രഹാരാധന. വിഗ്രഹാരാധനയുടെ തരം താഴ്ന്ന ജീവിതം. 23-25 വേദഭാഗം നമുക്കിങ്ങനെ വായിച്ചു കേൾക്കാം. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. 25 വാക്യം കൂടെ. ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജ്യമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. അപ്പോൾ വീണ്ടും സാങ്കല്പികമായിട്ടുള്ളൊരു എതിർപ്പ് നമുക്ക് കേൾക്കാം. പൗലോസ് ഈ വിധത്തിൽ അവരോട്, നിങ്ങളുടെ ഹൃദയം ഇരുണ്ടുപോയി, ഹൃദയത്തിൽ വിവേകമില്ല, ജ്ഞാനികളെന്ന് പറഞ്ഞ് മൂഢരായിപ്പോയി എന്നൊക്കെ പൗലോസ് അവതരിപ്പിക്കുമ്പോൾ അവർ ശക്തമായി എതിർക്കും. ഞങ്ങൾ മൂഢരാണോ? ഞങ്ങൾ ഇരുളിൽ നിറഞ്ഞു കിടക്കുകയാണോ? അറിവില്ലാത്തവരാണോ? അജ്ഞരാണോ? പൗലോസെ, നിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ അതിരി കവിയുന്നു. ഇതായിരുന്നു അവരുടെ മനോഭാവം. പൗലോസ് ഒരിക്കലുമല്ല, ഞാനൊന്നും അധികമായി പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞതിൻ്റെ തെളിവ് നിങ്ങൾക്ക് ആവശ്യമാണോ? ഞാൻ തരാം. നിങ്ങൾ മൂഢരായി പോയി എന്നുള്ള തെളിവ് ഞാൻ പറഞ്ഞു തരാം. കാരണം നിങ്ങൾ തന്നെ എന്താ ചെയ്യുന്നത്? തടി കൊണ്ടും കല്ലുകൊണ്ടും കളിമണ്ണ് കൊണ്ടും ലോഹം കൊണ്ടും ഓരോ വിഗ്രഹങ്ങളെ കൊത്തി ഉണ്ടാക്കി അതിൻ്റെ മുമ്പിൽ വീണ് കിടക്കുന്നു, അതിനെ നമസ്കരിക്കുന്നു. ഇത് തന്നെയല്ലേ ഏറ്റവും വലിയ തെളിവ് നിങ്ങൾ മൂഢരായിപ്പോയി എന്നുള്ളതിന്? ഇതാണ് പൗലോസ് പറഞ്ഞു വയ്ക്കുന്നത്. നമുക്ക് ആ വേദഭാഗത്ത് നിന്ന് വ്യക്തമായി ഒന്ന് പ്രകാശിപ്പിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് മൂഢരായിപ്പോയി എന്ന് 22ാം വാക്യം പറഞ്ഞു. അതൊരു ആരംഭ പ്രസ്താവന മാത്രമാണ്. ആ പ്രസ്താവന തുടരുകയാണ് 23-ൽ. നിങ്ങൾ ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട്, ജ്ഞാനമുള്ളവരെന്ന് അവകാശപ്പെട്ടു, അഭിമാനിച്ച് ലോകം മുഴുവൻ പ്രസിദ്ധരായി. പക്ഷേ വാസ്തവത്തിൽ നിങ്ങൾ മൂഢരായിരുന്നു. അത് തെളിയിക്കുകയാണ് 23-ൽ. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ മനുഷ്യൻ്റെ ഉള്ളിൽ സൃഷ്ടാവായ ദൈവത്തെ ആരാധിക്കുവാനുള്ളൊരു ചേതന, ഒരു ആഗ്രഹം, ഒരു താല്പര്യം നിക്ഷേപിച്ചിരുന്നു. ഈ ലോകത്തിൽ നമ്മൾ എവിടെ പോയാലും സാർവലൗകികമായി എല്ലായിടത്തുമുള്ള മനുഷ്യർക്ക് ഉന്നതമായൊരു ശക്തിയെ വണങ്ങുവാൻ, കുമ്പിടുവാൻ, ബഹുമാനിക്കാൻ, ആരാധിക്കുവാനുള്ള
ഒരു ആഗ്രഹം, ഒരു ത്വര എല്ലാ മനുഷ്യരുടെ ഉള്ളിലുമുണ്ട്. ദൈവത്തെ അറിയുന്നുണ്ടായിരിക്കില്ല, പക്ഷെ എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ ഉന്നതമായൊരു ശക്തിക്ക് മുമ്പിൽ വിധേയപ്പെടാൻ, കീഴ്പ്പെടാനുള്ളൊരു ആഗ്രഹമുണ്ട്. ഇപ്പോൾ മനുഷ്യവർഗം മുഴുവൻ സത്യദൈവത്തെ നിഷേധിക്കുമ്പോൾ ഈ ആഗ്രഹങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. സത്യദൈവത്തെ അംഗീകരിക്കുന്നില്ലെങ്കിലും, ഇതിൻ്റെ വെളിപാടുകൾ അംഗീകരിക്കുന്നില്ലെങ്കിലും മനുഷ്യൻ്റെ ഉള്ളിൽ ഈ ആഗ്രഹം കത്തിക്കൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ ആഗ്രഹത്തിൻ്റെ നിവൃത്തിക്കായി അവർ തന്നെ വിഗ്രഹങ്ങളെ മെനഞ്ഞെടുക്കും, തെറ്റായ ദൈവങ്ങളെ സൃഷ്ടിക്കും, അവരുടെ ഉള്ളിലുള്ള ആഗ്രഹത്തിന് തൃപ്തി കണ്ടെത്തുവാൻ. എന്നിട്ട് അതിൻ്റെ മുമ്പിൽ അവർ കുമ്പിടും. യഹൂദന്മാരെ സംബന്ധിച്ചും അവരും ഇതേ പ്രശ്നം നേരിട്ടു. സൃഷ്ടി മുതൽ ദൈവത്തോടുള്ള ഉടമ്പടിയിൽ വിശ്വസ്തരായി നിൽക്കുന്നതിന് പകരം അവർ ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് മറ്റു പല വിഗ്രഹങ്ങളും രൂപങ്ങളും കൊത്തുപണികളും സൃഷ്ടിച്ച് അവയുടെ മുമ്പൊക്കെ വീണ് കിടന്ന് അവരുടെ വിധേയത്വം പ്രകടമാക്കി. പുറപ്പാട് പുസ്തകത്തിൻ്റെ 32-ാം അധ്യായം നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. 1 രാജാക്കന്മാരുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ രാജ്യത്തിൻ്റെ വിഭജന കാലത്ത് അത് കാണാം. ദാനിലും മറ്റും ഉണ്ടാക്കിയ കാളക്കുട്ടി ആരാധിക്കുവാനായിട്ട് ജനങ്ങൾ വർഷം തോറും സഞ്ചരിക്കുന്നത്. അപ്പോൾ അവരുടെ ആ ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ 106-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ റോമലേഖനം 1-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ പറഞ്ഞ പൗലോസ് വെളിപ്പെടുത്തിയ അതേ സത്യം തന്നെ സങ്കീർത്തനക്കാരൻ 106-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാം വാക്യത്തിൽ പറയുന്നത് കേൾക്കാം. 106-ാം സങ്കീർത്തനത്തിൻ്റെ 20-ാം വാക്യം. അവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇസ്രായേൽ ജനത്തിൻ്റെ ഹൃദയത്തിലും മനസ്സിലും സ്വഭാവത്തിലും ഈ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. സത്യദൈവത്തെ ആരാധിക്കുന്നതിന് പകരം അവർ എന്ത് ചെയ്തു? 106-ാം സങ്കീർത്തനം 20-ാം വാക്യം. ഇങ്ങനെ അവർ തങ്ങളുടെ മഹത്വമായവനെ പുല്ല് തിന്നുന്ന കാളയോട് സദൃശനാക്കി തീർത്തു. മഹത്വമായ ദൈവം, തേജസ്വരൂപനായ ദൈവം, ആ ദൈവത്തെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ട് അവിടെ ഉള്ളിലുള്ള ഉന്നതമായ ശക്തിക്ക് കീഴ്പ്പെടണമെന്ന ആഗ്രഹത്തെ അവർ സമാധാനിപ്പിച്ചത് പുല്ല് തിന്നൊരു കാളയുണ്ടാക്കി അതിൻ്റെ മുമ്പിൽ വീണ് കിടന്നുകൊണ്ടാണ്. ഇതായിരുന്നു അവരുടെ അവസ്ഥ. ഇപ്പോൾ വളരെ പരുഷമായ ശബ്ദത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഈ റോമലേഖനത്തിൽ പറഞ്ഞതുപോലെ പഴയ നിയമത്തിൽ യിരെമ്യാപ്രവചന പുസ്തകം 10-ാം അധ്യായം വിഗ്രഹാരാധനയ്ക്കെതിരെ ശക്തമായ ഭാഷയിൽ യിരെമ്യാവിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാൻ കഴിയും. യിരെമ്യാവിൻ്റെ പുസ്തകം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, യിരെമ്യാവിൻ്റെ പുസ്തകം 10-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്കിങ്ങനെ വായിച്ച് കേൾക്കാം. ജാതികളുടെ ചട്ടങ്ങൾ മിഥ്യാമൂർത്തിയെ സംബന്ധിക്കുന്നു. അത് ഒരുവൻ കാട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ടുവന്ന മരവും ആശാരി വാച്ചിക്കൊണ്ട് ചെയ്ത പണിയുമത്രേ. അവർ അതിനെ വെള്ളിയും പൊന്നും കൊണ്ട് അലങ്കരിക്കുന്നു. അത് ഇളകാതിരിക്കേണ്ടതിന് അവർ അതിനെ ആണിയും ചുറ്റിയും കൊണ്ട് ഉറപ്പിക്കുന്നു. വെള്ളരിത്തോട്ടത്തിലെ തൂണുപോലെയാകുന്നു. അവർ സംസാരിക്കുന്നില്ല. അവയ്ക്ക് നടപ്പാൻ വഹിയായിക്കൊണ്ട് അവയെ ചുമന്നുകൊണ്ട് പോകണം. അവയെ ഭയപ്പെടരുത്. ഒരു ദോഷവും ചെയ്യുവാൻ അവയ്ക്ക് കഴിയില്ല, ഗുണവും ചെയ്യുവാൻ അവയ്ക്ക് പ്രാപ്തിയില്ല. അതിൻ്റെ 8-ാം വാക്യം. അവർ ഒരുപോലെ മൃഗപ്രായരും ഭോഷന്മാരുമാകുന്നു. 14-ാം വാക്യം. ഏതു മനുഷ്യനും മൃഗപ്രായനും പരിജ്ഞാനമില്ലാത്തവനുമാകുന്നു. തട്ടാന്മാരൊക്കെയും വിഗ്രഹ നിമിത്തം ലജ്ജിച്ചു പോകുന്നു. അവർ വാർത്തുണ്ടാക്കിയ വിഗ്രഹം വ്യാജമത്രേ, അവയിൽ ശ്വാസവുമില്ല. അപ്പം ഈ വിഗ്രഹം നിർമ്മിക്കുന്നവരും ഈ വിഗ്രഹത്തെ പോലെ ജീവനില്ലാത്തവരാണ്. ശക്തമായ ഭാഷയിലാണ് യിരെമ്യാപ്രവചനം ഇത് പറഞ്ഞത്. അവർ മൃഗപ്രായരാണ്, ബോധമില്ലാത്തവരാണ്, തിരിച്ചറിവില്ലാത്തവരാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലനും അത് തന്നെയാണ് റോമലേഖനം 1-ാം 23-ാം വാക്യം. അക്ഷയനായ ദൈവം, ക്ഷയമില്ലാത്ത ദൈവത്തിൻ്റെ തേജസ്സിനെ അവരെന്താക്കി? മനുഷ്യൻ, ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നുള്ള രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. ഒരു കച്ചവടം നടത്തി. ദൈവത്തെ അവർ വിറ്റു. പകരം വിലക്കെഴുതി വാങ്ങിച്ചതെന്താണ്? വിഗ്രഹത്തെ നേടുവാനായിട്ട് അക്ഷയനായ ദൈവത്തെ അവർ വിറ്റുകളഞ്ഞു. ഈ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്നതിൻ്റെ മൂല്യം നമുക്കറിയില്ലെങ്കിൽ, നമുക്ക് നൽകപ്പെട്ടതിൻ്റെ വിലയും മൂല്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ, വില കുറഞ്ഞതിന് വേണ്ടി വിലയുള്ളത് നാം നഷ്ടപ്പെടുത്തും. ലോകത്തിൽ അനേകർ ദൈവമക്കളായിട്ടുള്ളവർക്ക് പോലും സംഭവിച്ച ദുർഗതി ഇതാണ്. ലഭിച്ചത് ആയിരിക്കുന്ന സത്യം, ലഭിച്ച കർത്താവിൻ്റെ സഭയിൽ അംഗത്വം, ലഭിച്ച സ്വർഗീയ പരിജ്ഞാനം, ഇതിൻ്റെ മൂല്യവും വിലയും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ലെങ്കിൽ അതിനേക്കാളും കുറഞ്ഞ എന്തിനെങ്കിലും വേണ്ടി നാം അതിനെ വിറ്റുകളയും. ഇതുതന്നെയാണ് പൗലോസ് കാണിക്കുന്നത്. ഒരു കൊച്ചുകുട്ടി കയ്യിലിരിക്കുന്നതായ രത്നം, വജ്രം, അതൊരു വർണ്ണക്കടലാസ് കാണിച്ചാലോ 2 ബലൂൺ കാണിച്ചാലോ ആ കുട്ടി വഞ്ചിക്കപ്പെടും. ആ ബലൂണിന് വേണ്ടി തൻ്റെ കയ്യിലിരിക്കുന്ന വില കൂടിയ വജ്രം നമുക്ക് തരും. കുട്ടിയെ സംബന്ധിച്ച് അതിൻ്റെ വില അറിയില്ല, അതിൻ്റെ മൂല്യം അറിയില്ല. ഇതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത്. നാം എല്ലാവരും ജീവിതത്തിൽ മോശമായ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളവരാണ്.
പുറജാതികൾക്കും സംഭവിച്ച വളരെ മോശമായ തീരുമാനം, വളരെ തെറ്റായൊരു തീരുമാനം. ഒരു ദൈവത്തിൻ്റെ സത്യം അവർ വിറ്റുകളഞ്ഞു. എന്തിനു വേണ്ടി? വ്യാജത്തിന് വേണ്ടി, കള്ളത്തിന് വേണ്ടി. അവർ സത്യമായ, അക്ഷയനായ, തേജസ്വരൂപനായ, അമർത്യതയുള്ള, വിലയുള്ള ദൈവത്തെ ഈ വിഗ്രഹത്തിന് വേണ്ടി അവർ വിറ്റുകളഞ്ഞു. മറക്കരുത്, ദൈവത്തെ നാം ഉപേക്ഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ഇരുട്ട് പടരുകയാണ്, മനസ്സിൽ ഇരുട്ട് നിറയുകയാണ്. ഒരു കൊച്ചുകുട്ടി വളരെ കൂരിരുട്ട് നിറഞ്ഞൊരു മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കുമ്പോൾ, ഉറ്റുനോക്കുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ വളരെയധികം ഭയപ്പെടുത്തുന്ന രൂപങ്ങളുണ്ടാകും. ആ ഇരുട്ടിനകത്ത് ഭയപ്പെടുന്ന രൂപങ്ങളുണ്ടെന്ന് തോന്നും. മുതിർന്ന വ്യക്തികൾക്ക് ഇത് സംഭവിക്കാം. അവരുടെ ഹൃദയത്തിലും മനസ്സ് ഇരുട്ട് വ്യാപിച്ച് കഴിയുമ്പോൾ, ദൈവത്തെ കാണാൻ അവർ ശ്രമിക്കുമ്പോൾ, ഈ ഇരുട്ട് വ്യാപിച്ച ഹൃദയവും മനസ്സുകൊണ്ട് ദൈവത്തെ കാണാൻ ശ്രമിക്കുമ്പോൾ അവർ കാണാൻ പറ്റില്ല. അതുകൊണ്ട് അവർ തന്നെ ക്ഷയമുള്ള പക്ഷി, നാൽക്കാലി, ഇഴജന്തു, മനുഷ്യൻ എന്നിവയുടെ രൂപസാദൃശ്യമായി ദൈവത്തെ അവർ ചിന്തിക്കും. അവിടെ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം നഷ്ടപ്പെട്ടു. പൗലോസോട് അവതരിപ്പിച്ച പട്ടിക നിരത്തിയാൽ താഴേക്കുള്ള ആ പതനം 4 തരത്തിലാണ് അവതരിപ്പിച്ചത്. ആദ്യം മനുഷ്യൻ, അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ. റോമൻ സമൂഹം മനുഷ്യരെ ആരാധിച്ചവരാണ്. ചക്രവർത്തി ആരാധന നിലനിന്നിരുന്ന രാജ്യമാണ്. യവന രാജ്യത്തിൽ നമുക്ക് കാണാം, ഇവിടെ ദേവന്മാരെല്ലാം മനുഷ്യരൂപത്തിലാണ് അവർ കൊത്തിവെച്ചത്, ആരാധിച്ചത്. ഇപ്പം തേജസ്വരൂപനായ ദൈവത്തെ മനുഷ്യൻ്റെ രൂപത്തിലേക്ക് താഴ്ത്തി. പിന്നീട് പക്ഷികളുടെ രൂപത്തിലേക്ക്. ഈജിപ്ഷ്യൻ സമൂഹം മുഴുവൻ വിവിധ പക്ഷികളെ ആരാധിക്കുന്നവരായിരുന്നു. വെളുത്ത ഞാറപ്പക്ഷി ഈജിപ്തുകാരുടെ പ്രത്യേക ആരാധനമൂർത്തിയാണ്. പിന്നെ 4 ജീവികൾ, 4 ഈജിപ്തുകാരെ സംബന്ധിച്ചും ഇവിടെ പ്രധാനപ്പെട്ട ആരാധന രൂപങ്ങളെല്ലാം മൃഗങ്ങളാണ്, കാളയാണ്. യഹൂദന്മാരെ സംബന്ധിച്ച് നമ്മൾ കണ്ടു പുല്ലിരുന്ന കാളയോട്. ഇന്ന് ലോകത്തിൽ പലയിടത്തും ആനയെ ആരാധിക്കുന്നു, ആമയെ ആരാധിക്കുന്നു, എലിയെ ആരാധിക്കുന്നു, കുരങ്ങനെ ആരാധിക്കുന്നു, പൂച്ചയെ ആരാധിക്കുന്നു, പട്ടിയെ ആരാധിക്കുന്നു. മനുഷ്യർ ഈ തരത്തിലാണ്. അവസാനം പൗലോസ് പറഞ്ഞ പട്ടികയിൽ എന്താണ്? ഇഴജാതി. ആഫ്രിക്കക്കാർ വളരെയധികം റെപ്റ്റൈൽസിനെ, ഉരകജീവികളെ ആരാധിച്ചിരുന്നു. ഈജിപ്തുകാർ വണ്ട്, ചാണകത്തിൽ കണ്ടുവരുന്ന ഒരുതരം വണ്ടിനെ വരെ അവരെ ആരാധിച്ചു. ലോകത്തിൽ പലയിടത്തും വിവിധയും പാമ്പുകളെ ആരാധിക്കുന്നവരുണ്ട്. മനുഷ്യൻ ഇവയൊക്കെ ദൈവം എന്ന് പറഞ്ഞ് ആരാധിക്കുകയാണ്. കാരണം ഹൃദയവും മനസ്സും ഇരുണ്ടുപോയി. ഇവിടെ പരിജ്ഞാനം നഷ്ടപ്പെട്ടു. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് മൂഢന്മാരെ പോയി. വിവേകം നഷ്ടപ്പെട്ടു. ഇതൊക്കെയാണ് മനുഷ്യൻ്റെ അവസ്ഥ. താഴേക്കുള്ള പതനമാണിത്. ഉന്നത നിലവാരത്തിൽ ദൈവത്തെ, തേജസ്വരൂപനായ ആത്മസ്വരൂപനായ ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിച്ച് ജീവിക്കേണ്ട മനുഷ്യൻ്റെ അധംപതനം. അവൻ്റെ ഉൾക്കാഴ്ച നഷ്ടപ്പെട്ടു. അവൻ്റെ അറിവ്, ബുദ്ധിയെല്ലാം നഷ്ടപ്പെട്ടു. ദൈവത്തെ 2 കാലുള്ള മനുഷ്യനാക്കി, പിന്നീട് 4 കാലുള്ള ജീവിയാക്കി, എന്നിട്ട് വയറുകൊണ്ട് ഇഴയുന്ന ജന്തുവാക്കി. അവിടെ മനസ്സിൽ ഇതാണ് ദൈവം. അവിടെ മനസ്സിരുണ്ട് പോയി. അവസരം മൂട്ടയും ചെള്ളിനെയും പ്രാണിയെയും പാമ്പിനെയും കൊതുകിനെയും വരെ ആരാധിക്കുന്ന തരത്തിലേക്ക് അവൻ തരം താഴുകയാണ്. എല്ലാം കാരണം എന്താണ്? മനുഷ്യൻ ദൈവത്തെ ഉപേക്ഷിച്ച് അവൻ്റെ ചിന്തയിൽ നിന്ന് ദൈവത്തെ പുറന്തള്ളി. മനുഷ്യൻ്റെ ഈ അധംപതനത്തെക്കുറിച്ച് പൗലോസ് വിലപിക്കുകയാണ്. പൗലോസ് ഒരുതരം വിലപിക്കുകയാണ്. ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിൽ സൃഷ്ടിച്ചു. പക്ഷേ മനുഷ്യൻ ഉടൻ തന്നെ ദൈവത്തെ മനുഷ്യൻ്റെ ഛായയിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. മനുഷ്യൻ ദൈവത്തെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ പൗലോസ് വലിയൊരു വൈരുദ്ധ്യം അവതരിപ്പിക്കുകയാണ്. തേജസ്വരൂപനായ ദൈവം, മൂഢരായിരിക്കുന്ന ഈ വിഗ്രഹങ്ങൾ. തേജസ്വരൂപനായ ദൈവം, തേജോമയനായ ദൈവം, ആ ദൈവത്തെ അവർ വെറും മൂഢത്തരത്തിലേക്ക് തരം താഴ്ത്തുന്ന അവസ്ഥ. മാത്രമല്ല മറ്റൊരു വൈരുദ്ധ്യം ഇവിടെ പൗലോസ് പറയുന്നത് അക്ഷയനായ ദൈവം, ക്ഷയമില്ലാത്ത ദൈവം. ആ ദൈവത്തെ അവർ എന്ത് ചെയ്തു? ക്ഷയിക്കുന്ന മനുഷ്യൻ, പക്ഷി, ഇഴജന്തു, നാൽക്കാലി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി. ആ തരത്തിൽ ഉപമിക്കുന്ന തരത്തിൽ മനുഷ്യൻ തരം താഴ്ന്നു. ദൈവസങ്കല്പം, ദൈവചിത്രം, ദൈവത്തെക്കുറിച്ചുള്ള ബോധം നഷ്ടപ്പെട്ടപ്പോൾ അവർ ദൈവത്തെ ഉപമിച്ചത് ഇഴജന്തുക്കളെ പോലെ, നാൽക്കാലികളെ പോലെ. 4 വസ്തുക്കൾ കണ്ടു. മനുഷ്യൻ, ഭൂമിയുടെ മേലെ അധിപതിയായി ദൈവം നിയമിച്ച മനുഷ്യൻ. പക്ഷികൾ, ഭൂമിക്ക് മുകളിൽ പറന്നു കിടക്കുന്ന പക്ഷികൾ. മൃഗങ്ങൾ, ഭൂമിയുടെ മുകളിലുള്ളവർ. ഇഴജന്തുക്കൾ, ഭൂമിക്ക് അടിയിലുള്ളവർ. ഇപ്പം മനുഷ്യൻ ദൈവത്തെക്കുറിച്ച് ഈ വിധത്തിൽ ചിന്തിക്കുമ്പോൾ അത് മനുഷ്യൻ്റെ അധംപതനത്തിൻ്റെ നേർക്കാഴ്ചയാണ്. ദൈവത്തെ അറിയേണ്ട മനുഷ്യൻ ദൈവത്തെ മഹത്വപ്പെടുത്താത്തതിൻ്റെ, ദൈവത്തെ നന്ദി കരയേറ്റതിൻ്റെ,
നന്ദി കരയേറ്റാൻ മടിച്ചതിൻ്റെ, കഴിയാത്തതിൻ്റെ അനന്തരഫലം. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ് ദൈവത്തെ കണ്ടെത്തുക, ദൈവത്തെ അറിയുക. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യം ദൈവം വ്യക്തമായി തൻ്റെ വചനത്തിലൂടെ അത് വെളിപ്പെടുത്തും. ദൈവത്തെ നമ്മുടെ ചിന്തയുടെ നടുവിൽ കൊണ്ടുവരണം. പൗലോസോട് ഉപയോഗിക്കുന്ന വാക്ക് 23-ാം വാക്യത്തിലും 25-ലും ഉപയോഗിച്ചൊരു വാക്കുണ്ട്, മാറ്റിക്കളഞ്ഞു. 23-ൽ പറഞ്ഞു, അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി അക്ഷനായി ദൈവത്തിൻ്റെ തേജസ്സിനെ മാറ്റിക്കളഞ്ഞു. 25-ാം വാക്യത്തിലും ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജ്യമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. പക്ഷേ ആരാധന എന്നുള്ളത് മനുഷ്യർ ദൈവം വെച്ചിരിക്കുന്നൊരു കഴിവാണ്. അത് ആരെന്ന് കണ്ടെത്തി തിരിച്ചറിഞ്ഞ് നമ്മൾ ആരാധിക്കണം. ദൈവത്തെക്കുറിച്ച് നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനും മനസ്സിനും വിവേകവും ബോധവും വേണം. അപ്പോൾ അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. അപ്പം മാറ്റിക്കളഞ്ഞു. ഒരു കച്ചവടം നടത്തി. എന്തിനു വേണ്ടി? ഒരു കള്ളത്തിന് വേണ്ടി. ദൈവത്തിൻ്റെ സത്യം, ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ പരിശുദ്ധമായ അവസ്ഥയെ ഒരു കള്ളത്തിന് വേണ്ടി കച്ചവടം നടത്തി. അങ്ങനെ അവർ സൃഷ്ടിയെ ആരാധിച്ചു. സൃഷ്ടാവിനേക്കാൾ ഉപരിയായി സൃഷ്ടിയെ കൊണ്ടുവച്ചു. ഇതിൽ പരം മനുഷ്യനെ അധംപതിക്കുവാനില്ല. അതാണ് മനുഷ്യർ സംഭവിച്ചത്. അതുകൊണ്ട് ദൈവമക്കളായിരിക്കുന്നവർ ദൈവത്തെ നന്ദി കരയേറ്റാൻ മറക്കരുത്. ദൈവത്തെ ആരാധിക്കുവാൻ മടിക്കരുത്. ദൈവത്തെ ആരാധിക്കുവാനാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്, വീണ്ടെടുത്തത്. തീർച്ചയായും ദൈവത്തിന് കടപ്പെട്ടിരിക്കുന്നു നമ്മുടെ ആരാധന. ദൈവം അതിന് യോഗ്യനാണ്. നമ്മെ അതിനുള്ള പ്രാപ്തിയോടുകൂടി സൃഷ്ടിച്ചു. അത് നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടും ക്രിസ്തുവിലൂടെ നമ്മെ വീണ്ടെടുത്തു. ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ നിക്ഷേപമായി തന്നു. അതുകൊണ്ട് ഈ അധംപതനം മറക്കരുത്. തുടരാൻ നമ്മൾ കൂടുതൽ അറിവിലേക്ക് റോമലേഖനത്തിൽ പൗലോസ് ഇവരെ നിർത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ പിന്നീട് അതിൻ്റെ അനന്തരഫലമായി എന്ത് സംഭവിച്ചു? ഇത് ആത്മീകമായ അധംപതനമാണ്. ബുദ്ധിതലത്തിലുള്ള അധംപതനം കണ്ടു, അവരുടെ ഹൃദയത്തിന് പറ്റിയ നിരൂപണങ്ങളിലെ അധംപതനം കണ്ടു, വിവേകമില്ലാത്ത ഹൃദയത്തിൻ്റെ അവസ്ഥ, ഇരുണ്ടുപോയ അവസ്ഥ കണ്ടു, ആത്മീക തലത്തിലുള്ള കാഴ്ചപ്പാട് മാറിയതിൻ്റെ അവസ്ഥ കണ്ടു. ഇത് എല്ലാ സ്വഭാവത്തിലും വരും. തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മുടെ പഠനത്തിൽ കാണാൻ സാധിക്കും. ഈ അവസ്ഥ, ഈ തരം താഴ്ന്ന ദൈവത്തിൻ്റെ തേജസ്സിനെ, ദൈവത്തിൻ്റെ ശക്തി, സത്യത്തെ തള്ളിക്കളഞ്ഞതിൻ്റെ ഭവിഷ്യത്ത് അവിടെ പെരുമാറ്റത്തിലും പരസ്പരമുള്ള ബന്ധത്തിലും അത് പ്രതിഫലിക്കുക തന്നെ ചെയ്തു. ഭയാനകമായ സത്യങ്ങൾ നമ്മൾ പഠിക്കും. നമ്മുടെ ഇന്നത്തെ ലോകത്തെ കാണിച്ചു തരും. ഓരോ രാജ്യങ്ങളുടെ അധംപതനത്തെ കാണിച്ചു തരും. അതിൻ്റെ കാരണം ദൈവത്തെ ചിന്തയിൽ നിന്ന് പുറത്തു കളഞ്ഞു. ദൈവമെന്ന് വേണ്ട. യുവതലമുറകൾ വലിയ വിദ്യാഭ്യാസം നേടിയെന്നുള്ള വ്യാജേന ദൈവത്തെ ഉപേക്ഷിച്ച് കളയുമ്പോൾ അവരെ അധംപതിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നവർ അറിയുന്നില്ല. ജഡത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നൊരു തലമുറയായി മാറുന്നു. മറക്കരുത്, ഈ സത്യം ദൈവവചനമാണ്. അത് സത്യമാണ്. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ. നന്ദി നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി. തുടരാം അടുത്ത ദിവസം. താങ്ക് യു.